ഞാൻ കേരള സ്റ്റേറ്റ് ബോർഡാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി ഈസിയാണ്. അങ്ങനെ സ്കൂളിൽ ഞാൻ വലിയ ഫോക്കസ് കൊടുക്കാറില്ല. പിന്നെ മെയിൻ ഗോൾ JEE ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. +1 മോഡൽ എക്സാംസ് എഴുതിയപ്പോൾ എനിക്കൊരു 150 ആ റേഞ്ചിലായിരുന്നു. പിന്നെ ടഫാകുമ്പോൾ വേരിയേഷൻസ് വരും. ഏറ്റവും ലോവസ്റ്റ് പറയുകയാണെങ്കിൽ എക്സാം നല്ല ടഫായപ്പോൾ ഒരു 120 കിട്ടിയിട്ടുണ്ട്. +2 എഴുതിയപ്പോൾ തന്നെ എക്സാംസ് പല ഡിഫിക്കൽട്ടിയിലാണ് ഇടുന്നത്. ഏറ്റവും ഹാർഡസ്റ്റ് മുതൽ ഈസിയസ്റ്റ് വരെയുള്ള മോഡൽ എക്സാംസ് ബ്രില്യൻ്റ് ഇടാറുണ്ട്. +1 ആദ്യമൊക്കെ അത്ര അങ്ങോട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിരുന്നില്ല. പിന്നെ +2 ആ ഒരു ട്രാക്കിൽ കയറിയത്. ബ്രില്യന്റിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അതാണ്. നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. ബാക്കിയുള്ള കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ ആയിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രില്യൻ്റ്. ആ ബ്രില്യൻറ്റിലെ കുട്ടികളുടെ കൂടെ എക്സാമിനേഷൻ എഴുതുന്നത് നമ്മുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് മാഹിറിൻ്റെ വാക്കുകളും അല്ലേ. 2025 JEE മെയിൻ ഫസ്റ്റ് സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അക്ഷയ് ബിജു ഉൾപ്പെടെ 99% സ്കോറിന് മുകളിൽ നേടിയ 295-ലധികം വിദ്യാർത്ഥികളും പഠിച്ചത് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലാണ്. എൻട്രൻസ് മേഖലയിൽ ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ബ്രില്യൻറ്റ് ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ബ്രില്യന്റിന്റെ ഹൈബ്രിഡ് പ്രോഗ്രാമിൽ പഠിച്ച് JEE മെയിൻ ഫസ്റ്റ് സെഷനിൽ വലിയ വിജയം നേടിയ മാഹിർ അലിയുടെ കോഴിക്കോടുള്ള വീട്ടിലാണ്. കേരള സിലബസിൽ നിന്നും ബ്രില്യന്റിനൊപ്പം 2 വർഷം ചേർന്ന് നിന്നാണ് മാഹിർ അലി ഈ വലിയ വിജയം നേടിയത്. കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് സിലബസിലെ വിദ്യാർത്ഥികളെ പോലെ പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന സ്കോർ സാധ്യമല്ല എന്ന വിദ്യാധാരണയെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ച് കേരള സിലബസിൽ നിന്നും JEE മെയിൻ സെഷൻ 1-ൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ, അതായത് 99% സ്കോറിന് മുകളിൽ നേടിയ നിരവധി വിദ്യാർത്ഥികളുണ്ട് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിൽ. അതിലൊരാൾ മാഹിർ അലി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 +2 പഠിച്ചുകൊണ്ടിരിക്കെ ബ്രില്യന്റിന്റെ JEE ബാച്ചിൽ പരിശീലനവും അതിലൂടെ JEE മെയിൻ ഫസ്റ്റ് സെഷനിൽ ഉയർന്ന സ്കോറും നേടിയ ഞങ്ങളുടെ സ്വന്തം വിദ്യാർത്ഥി മാഹിർ അലി. രാജ്യത്തെ ഏറ്റവും മികച്ച NIT-കളിലേക്കുള്ള പ്രവേശനവും ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ഈ മിടുക്കൻ. വലിയ സന്തോഷത്തിലാണ് മാഹിർ അലിയും കുടുംബവും. വിജയ നാൾ വഴികളെക്കുറിച്ച് മാഹിർ അലിയും കുടുംബവും പങ്കുവെക്കുന്ന വാക്കുകളിലേക്ക്. ഹായ് ഓൾ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാഹിർ അലിയുടെ വീട്ടിലാണ്. മാഹിർ അലി നമ്മുടെ കോഴിക്കോട് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഹൈബ്രിഡ് ബാച്ചിലെ 2 ഇയർ പ്രോഗ്രാമിൽ നമ്മളോട് കൂടെ 2 വർഷം പഠിച്ചതാണ്. JEE മെയിൻ എക്സാമിനേഷനിൽ 99.69%-ലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മാഹിർ അലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനാണ് നമ്മൾ വന്നത്. മാഹിർ അലി ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് മാഹിർ അലി. ഞാൻ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ബ്രില്യൻറ്റിൻ്റെ കോഴിക്കോട് സെൻറ്ററിൽ ഹൈബ്രിഡ് IIT ബാച്ചിൽ പഠിക്കുന്നു. എൻ്റെ ഫാദർ പേര് സമീർ അലി. ഖത്തറിൽ ഹമദിലെ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാദറായിരുന്നു എപ്പോഴും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഫാദർ. എൻ്റെ ഉമ്മ ഹഫീജ IT ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ വല്യമ്മ ഒരു ടൈലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഉമ്മമ്മ. ഇതിൻ്റെ മാമിയാണ്. ഇത് അനിയൻ അഫ്ഹാം അലി, ക്ലാസ് 7th പഠിക്കുന്നു. ഇത് അനിയത്തി ഹൈസ സഫിയ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അതെൻ്റെ കസിൻ. സ്കൂളൊക്കെ എവിടെയായിരുന്നു മാഹിർ പഠിച്ച സ്കൂളുകളൊക്കെ? +1 +2 മെഡിക്കൽ കോളേജിലുള്ള റഹ്മാനിയ HSS. അപ്പോൾ +1 +2 റഹ്മാനിയ സ്കൂളിൽ സ്കൂൾ പഠനത്തിനോടൊപ്പമാണ് ബ്രില്യൻറ്റിൽ +1 +2 ഹൈബ്രിഡ് ബാച്ചിൽ ജോയിൻ ചെയ്തത് അല്ലേ? എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലേക്ക് വരാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്? അത് ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് ബ്രില്യൻറ്റിൻ്റെ. അപ്പം പിന്നെ പത്രത്തിൽ കണ്ടിരുന്നു. അങ്ങനെ സ്ക്രീൻ ടെസ്റ്റ് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്ത് അങ്ങനെ വന്നത് അല്ലേ? അപ്പോൾ ബ്രില്യൻറ്റിലേക്ക് എത്തിയപ്പോൾ മാഹിർ അലി സ്കൂൾ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. സ്കൂൾ പഠിക്കുന്നത് റഹ്മാനിയയിലാണ്, മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ ഈ റഹ്മാനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ പ്രോഗ്രാമിനോട് ചേർന്ന് ശനിയും ഞായറും ആണ് ഹൈബ്രിഡ് പ്രോഗ്രാമിന് വരുന്നത്. എങ്ങനെയായിരുന്നു ഈ ഹൈബ്രിഡ് ക്ലാസ്സുകളൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നു?
ഫസ്റ്റ് ഒരു 1-2 മാസം ഓൺലൈൻ ആയിട്ടായിരുന്നു, പിന്നെയാണ് ഓഫ്ലൈൻ തുടങ്ങിയത്. ഫസ്റ്റിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ 10th വരെയൊക്കെ അത്ര അങ്ങോട്ട് ഓർഗനൈസ്ഡ് ആയിട്ടല്ലായിരുന്നു പഠിച്ചത്. ബ്രില്യന്റിൽ വന്നതിന് ശേഷമാണ് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഒരു കൃത്യമായ അപ്രോച്ചിലൂടെ പഠി. എങ്ങനെയായിരുന്നു അപ്പൊ ഈ ലേൺ ആപ്പ് ഒക്കെ ഫസ്റ്റ് തൊട്ട് തന്നെ യൂസ് ചെയ്ത് പരിചയിച്ചിരുന്നു? യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ലെക്ചർ നോട്ട്സ് ഒക്കെ റെഫർ ചെയ്യും. ഈ ക്ലാസ്സസ് ഒക്കെ കൂടുതൽ ഈ ലേണിലാണോ കാണുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഇവിടെ സെന്ററിൽ വരുമ്പോഴാണോ യൂസ് ചെയ്യാറ്? ക്ലാസ്സസ് ആഴ്ചയിൽ 3 ഡേ ഓൺലൈൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് കാണും. പിന്നെ വേറെ എക്സ്ട്രാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ലേൺ റെഫർ ചെയ്യും. ഈ ലേണിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതൊക്കെ എങ്ങനെയുണ്ട്? ഈ ഫീച്ചർ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട്. ഞാൻ കഴിഞ്ഞിലത്തെ 2024 ജെയിമിൽ ഒരുവിധം എക്സാം ഒക്കെ ഈ ലേണിൽ അറ്റൻഡ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഗുണം എപ്പോഴും എക്സാം എഴുതുമ്പോൾ കിട്ടിയിരുന്നോ? ഒരു പ്രീവിയസ് ഇയർ പാറ്റേൺ നല്ലോണം മനസ്സിലാക്കാൻ പറ്റി. ജെയിൻ മെയിൻ ഓൺലൈൻ എക്സാമിനേഷനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് അവിടെ ഓൺലൈൻ ആയിട്ടാണ് എക്സാമിനേഷൻ. ബ്രില്യന്റ് അങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നല്ലോ അല്ലേ? നല്ല ഫെസിലിറ്റി ആയിരുന്നു. അവിടെ വന്ന് എഴുതുമ്പോൾ റിയൽ എക്സാമിൻ്റെ ഒരു ഫീൽ കിട്ടും. അവിടെ നമ്മുടെ റിയൽ ആയിട്ടുള്ള ജെയിമിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ അതേ പാറ്റേണിലായിരുന്നു അവിടെ നമ്മുടെ ബ്രില്യന്റിലെ മോക്ക് ടെസ്റ്റുകൾ? സെയിം ഇന്റർഫേസ് ഒക്കെ സെയിം ആയിരുന്നു. ഞാൻ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയൊരു സ്ഥലത്ത് പോയി പുതിയൊരു എക്സാം എഴുതുന്ന ഒരു ഫീലും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ജെയിമിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ എഴുതാൻ പറ്റി അല്ലേ? അതെ അതെ. പിന്നീട് ഈ റിസൾട്ട് 99.69% എന്ന് പറഞ്ഞ ഒരു റിസൾട്ടിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു? നമ്മൾ ഓൾറെഡി പ്രജുഡൈസ്ഡ് ആയിരുന്നോ? ഈ റിസൾട്ട് എനിക്ക് കിട്ടുമെന്ന് പ്രജുഡൈസ്ഡ് ആയിരുന്നോ, അല്ലെങ്കിൽ ഇത്തിരി ഡൗട്ട്ഫുൾ ആയിരുന്നു. എനിക്ക് 28 ഷിഫ്റ്റ് 1 ടഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. ടഫ് ആവും പെർസെന്റേജ് കൂടുതലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ ഒപ്പം ഇത് കൊണ്ടുപോകുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കുട്ടികളെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ചിലപ്പോൾ എനിക്ക് സ്കൂളിലെ ക്ലാസ്സുകൾ മിസ്സാവും, റെക്കോർഡ് എഴുതാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷെ എങ്ങനെയാണ് മാഹിർ ഇതിനെ ടാക്കിൾ ചെയ്തത്? ഞാൻ കേരള സ്റ്റേറ്റ് ബോർഡാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി ഈസിയാണ്. സ്കൂളിൽ ഞാൻ വലിയ ഫോക്കസ് കൊടുക്കാറില്ല. പിന്നെ മെയിൻ ഗോൾ ജെഇ ട്രാക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാ പോകുന്നത്. അനിയന് എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടനെ പറ്റിയിട്ട്? എന്താണ്, നല്ല ഏട്ടനാണോ? ആണ് ആണ് ഒരു മാതൃകയാണ്. എങ്ങനെയാണ് അനിയന്റെ ഒരു ധാരണയും ഇതുപോലെ തന്നെ പോകണമെന്നാണോ? ഈ എഞ്ചിനീയറിംഗ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ ആവണമെന്നാണ്? അപ്പൊ ആണ്. ഓ, ഇപ്പൊ തന്നെ അങ്ങനെ ഒരു എയിം ഉള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. പേരെന്തായിരുന്നു ഒന്നുകൂടി? അഫാം. ഈ മാഹിർ അലീനെ പോലെ അല്ല ചിന്തിക്കുന്നത്. എയിംസിൽ പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവാം എന്ന് ചിന്തിച്ചിട്ടാണ് അഫാം പറയുന്നത്. അപ്പോൾ ഫാമിലിയുടെ ഒരു വലിയ സപ്പോർട്ടുണ്ട് മാഹിറിന്റെ ഈ ഒരു വിജയത്തിന് പിന്നിൽ. ബ്രില്യന്റിലെ ക്ലാസ്സുകളിലൊക്കെ വന്നു. എങ്ങനെയായിരുന്നു എക്സാമുകളിലെ മാർക്കുകൾ? ഫസ്റ്റ് എക്സാം തൊട്ട് നല്ല മാർക്കുകൾ വന്ന് ഫസ്റ്റ് തന്നെ ഏറ്റവും പീക്കിലുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എക്സാംസ് എഴുതിയാണോ മെച്ചപ്പെട്ടത്? ഫസ്റ്റ് അത്ര പീക്കിലൊന്നും ആയിരുന്നില്ല. ഫസ്റ്റ് ഞാൻ +1 ആദ്യമൊക്കെ അത്ര അങ്ങോട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിരുന്നില്ല. പിന്നെ +2 ആയപ്പോഴാണ് ആ ഒരു ട്രാക്കിൽ കയറിയത്. പിന്നെ മാർക്ക് ഇങ്ങനെ മെല്ലെ കൂടി വന്നു അല്ലേ? അപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ കുറേ എഴുതുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പുതിയ ആളുകളോട്, ഇനി ഈ എക്സാം എഴുതാൻ പോകുന്ന കുറേ കുട്ടികളുണ്ടാവും, കൂടെ ഇനി അടുത്ത സെഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, എന്താണ് മാഹിർ അലിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? എങ്ങനെ പഠിക്കണം? മാക്സിമം PYQs സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ തിയറി ആയാലും നല്ലോണം കെമിസ്ട്രിക്ക് NCERT വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും വായിക്കണം. പിന്നെ PYQs മാക്സിമം ചെയ്യുക. മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റ് ചെയ്തുക. പിന്നെ അങ്ങനെ റെഡിയാവും. ഈ മൈനസ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്കുകളോ, അല്ലെങ്കിൽ ആ സമയം ലാഭിക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്കുകളോ, മാത്സ് സ്പീഡാക്കാനുള്ള ടെക്നിക്കുകളോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? അങ്ങനെ പ്രാക്ടീസ് അല്ലാണ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. യെസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാചകം. പ്രാക്ടീസ് ചെയ്യുക. ഷോർട്ട് കട്ടുകൾ കുറവാ തോന്നുന്നു അല്ലെ? ഷോർട്ട് കട്ടുകളിലേക്കാളും ഏറ്റവും കൂടുതലുള്ളത് പ്രാക്ടീസിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യുക എന്നുള്ളതാണ് മാഹിർ പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു വാക്യാണ്, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇനി നോക്കുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും എക്സാംസ് എഴുതുമ്പോൾ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും.
അല്ലെ. അപ്സ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും, ചിലപ്പോൾ ഭയങ്കര മാർക്ക് കുറയും, ചിലത് നമ്മൾ അറിയുന്ന പ്രോബ്ലം തന്നെ നമ്മൾ എക്സാം ഹോളിൽ തെറ്റിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും, പിന്നെ പഠിക്കാതെ കുറേ സമയം പോവും. എങ്ങനെയാണ്? ഇനീഷ്യലി ഫ്രസ്ട്രേറ്റഡ് ആവും, പിന്നെ ഇനി അടുത്ത എക്സാമിന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആ ഒരു വിശ്വാസത്തോടെ നന്നായിട്ട് പഠിക്കും. ഓക്കെ. പിന്നെ എങ്ങനെയായിരുന്നു സ്കൂളിലെ ഭാഗത്തു നിന്നൊക്കെ? നല്ല സപ്പോർട്ടീവ് ആയിരുന്നു സ്കൂൾ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ അരുമ മിസ്സിന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ, നല്ല സപ്പോർട്ടായിരുന്നു. ബ്രില്യനിലെ കോഴിക്കോട് സെൻട്രലാണല്ലോ പഠിച്ചത്, അവിടുത്തെ ഹൈബ്രിഡ് ബാച്ച് ആയിരുന്നല്ലോ. ഇതിലെ കോർഡിനേറ്റർ അവര് എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ് ടീച്ചർ ജിഷ്ണ മിസ്, പി സാർ, സെൻട്രൽ ഇൻചാർജ് ജോർജ് സാർ, എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് റെഫറൻസിന് വന്ന് പഠിക്കാറുണ്ട്. അത് ഞാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മാഹിറിന് അവിടെയും ഇവിടെയൊക്കെ റെഫറൻസിന് എപ്പോഴും കാണാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ? സെൻട്രൽ നേരെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യോ, അല്ലെങ്കിൽ നമുക്ക് കുറേ സൗകര്യങ്ങളാണല്ലോ ബ്രില്യനിൽ, ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ഉണ്ട്. എന്താണ്, ഏത് മെത്തഡോളജിയാണ് ഫോളോ ചെയ്തിട്ടുണ്ടാകും? ഞാൻ അവിടെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഹെൽപ്പ് ആയിരുന്നു റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആൻസർ കീ നോക്കും, പിന്നെ ആൻസർ കീ നോക്കിയിട്ടും മനസ്സിലായില്ലെങ്കിൽ ഫാക്കൽറ്റീസ് നോക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വയം ഉത്തരം കണ്ടെത്താനാണ് ആദ്യം ശ്രമിക്കുക, അല്ലെ? ആദ്യം മാക്സിമം കിട്ടിയില്ലെങ്കിൽ എവിടെ തെറ്റെന്ന് മനസ്സിലാക്കാൻ നോക്കും, പിന്നെ രക്ഷയില്ലെങ്കിൽ പിന്നെ ആൻസർ കീ നോക്കും. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യോ, അല്ലെങ്കിൽ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തിയറി മനസ്സിലാക്കി പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിനക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് വരുന്നത്? ജെഇ മെയിൻസിന് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് പാറ്റേൺ റെക്കഗ്നിഷൻ. ആ സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യണം, പിന്നെ കൂടുതൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ മാക്സിമം PYQs ചെയ്യാന്നുള്ളതാണ് ഇതിലേക്ക് എത്താനുള്ള വലിയൊരു മാർഗം, അല്ലെ? ഇനി നമുക്ക് ഓരോ എക്സാമിനേഷൻ കഴിഞ്ഞാലും നമ്മുടെ ഓൺലൈനായിട്ട് നമ്മുടെ ഡയറക്ടർ ജോസ് സാറും സ്റ്റീഫൻ സാറും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഉണ്ടാവും കുട്ടികൾ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഞാൻ എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യായിരുന്നു. ബാക്കിയുള്ള സ്റ്റുഡൻസിനെ വെച്ചിട്ട് എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തു. അതിന് ബ്രില്യന്റിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അതാണ്. നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. ബാക്കിയുള്ള കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളായിട്ടാണ് നമുക്ക് കോമ്പീറ്റ് ചെയ്യുന്നത്. യെസ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രില്യൻ്റ്. ആ ബ്രില്യൻറ്റിലെ കുട്ടികളുടെ കൂടെ എക്സാമിനേഷൻ എഴുതുന്നത് നമ്മുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് മാഹിറിൻ്റെ വാക്കുകളും, അല്ലേ? പിന്നെ മാഹിർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു പഠന രീതി? കുറേ നേരം ഇരുന്ന് പഠിക്കുമോ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇത്ര നേരം കൊണ്ട് ഞാൻ ഇത്രയും പഠിച്ചു തീർക്കും എന്നുള്ളൊരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ടോ? എന്തായിരുന്നു മാഹിറിൻ്റെ ഒരു പഠന രീതി? ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇത്ര ചെയ്യണ ഒരു ഗോൾ സെറ്റ് ആയിരുന്നു. പക്ഷെ ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. അത് മാക്സിമം ചെയ്യാൻ നോക്കും, ആ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ. ലീവ് ഡേയ്സിലൊക്കെ എങ്ങനെയാണ്, എത്ര നേരം പഠിക്കും എന്നുള്ളതാണ്? അങ്ങനെ മാക്സിമം കഴിയാവുന്നത്ര പഠിക്കും, എന്നാലും ഒത്തിരി ഡിസ്ട്രാക്ട് ഒക്കെ ആയി പോകും. ഞാൻ ലീവ് ഡേയ്സിൽ മിക്കവാറും റെഫറൻസിന് വരാറാണ് പതിവ്. അപ്പോൾ ബ്രില്യൻ്റെ റെഫറൻസ് ഫെസിലിറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് മാഹിർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ തന്നെ ക്ലാസ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാഹിർ അവിടെ റെഫറൻസിന് വരുന്നത് കാണാറുണ്ട്. പിന്നെ മാഹിർ, എനിക്ക് വേറൊരു ഡൗട്ട് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്തെ പലപ്പോഴും ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്സ് ആണോ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്? ഫിസിക്സും മാത്സും നല്ല ഇഷ്ടമാണ്. വേണമെങ്കിൽ മാത്സ് ഒരു പഠിക്കും മുകളിലാണ്. അപ്പോൾ അതിനായിരുന്നു കൂടുതൽ സമയം കൊടുത്തത്, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് പഠിക്കാനാണ് കൂടുതൽ സമയം കൊടുത്തത്? ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് മാത്സും കെമിസ്ട്രി ആയിരിക്കും. മാത്സ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കുറെ പ്രാക്ടീസ് വേണം. കെമിസ്ട്രി എനിക്കിത്തിരി ഡിഫിക്കൽട്ട്, എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്തു കെമിസ്ട്രി. അപ്പോൾ എനിക്ക് തോന്നുന്നു കെമിസ്ട്രി കുറച്ചുകൂടി മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും തോന്നുന്നു, അല്ലേ? പലർക്കും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും കെമിസ്ട്രി, ബട്ട് ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റ് കെമിസ്ട്രി. അപ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിച്ചു, അല്ലേ? മാത്സിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്സ് എങ്ങനെയായിരുന്നു മാത്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്? നമ്മുടെ ബ്രില്യൻ്റിലെ മെറ്റീരിയൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തന്നെയാണോ ചെയ്തത്? ഞാൻ സാധാരണ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യും, വർക്ക് ബുക്ക് മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കും. പിന്നെ ടൈം ഉണ്ടെങ്കിൽ PYQs ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ആഡ് ആയിട്ടുണ്ടാവും, അല്ലേ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ലൈബ്രറിയിലായാലും ഒത്തിരി ബുക്കൊക്കെ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ
വർക്ക് ബുക്കിലും സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും. ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ മെയിൻ എക്സാമിനേഷൻ തുടക്ക കാലഘട്ടത്തിൽ കിട്ടിയ മാർക്കുകളൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് +1 മോഡൽ എക്സാംസ് എഴുതിയപ്പോൾ എനിക്കൊരു 150 ആ റേഞ്ചിലായിരുന്നു. പിന്നെ ടഫാകുമ്പോൾ വേരിയേഷൻസ് വരും. ഏറ്റവും ലോവസ്റ്റ് പറയുകയാണെങ്കിൽ എക്സാം നല്ല ടഫായപ്പോൾ ഒരു 120 കിട്ടിയിട്ടുണ്ട് +2 എഴുതിയപ്പോൾ തന്നെ. അപ്പോൾ അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് മോഡൽ എക്സാം ഒക്കെ എഴുതി മെയിൻ അടുത്തോട് ഇപ്പോൾ മാർക്ക് സ്ലൈറ്റ് ആയിട്ട് കൂടായിരുന്നോ, എന്തായിരുന്നു അവസ്ഥ ഉണ്ടായിരുന്നു? അത് അങ്ങനെ കോൺസ്റ്റന്റ് ഇൻക്രീസ് ആയിട്ട് അങ്ങനെയല്ല. എക്സാംസ് പല ഡിഫിക്കൽട്ടിയിലാണ് ഇടുന്നത്. ഏറ്റവും ഹാർഡസ്റ്റ് മുതൽ ഈസിയസ്റ്റ് വരെയുള്ള മോഡൽ എക്സാംസ് ബ്രില്യൻ്റ് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ സഹായിച്ചിട്ടുണ്ടോ? 28th ഫസ്റ്റ് സെഷൻ എഴുതിയ കുട്ടി എന്നുള്ള രീതിക്ക് കുറച്ച് ടഫസ്റ്റ് ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു സെഷനായിരുന്നു അല്ലേ? അപ്പോൾ അത് എഴുതിയപ്പോൾ ബ്രില്യൻ്റിലെ ഈ പല ടൈപ്പ് മോഡൽ എക്സാംസ് എഴുതിയത് നിങ്ങൾ സഹായിച്ചിരുന്നോ? നല്ലോണം സഹായിച്ചിരുന്നു. അതിലെനിക്ക് തോന്നുന്നത് ഫിസിക്സിലെ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. എക്സാക്ട് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ, മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ, ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെയും വന്നു അല്ലേ? അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടാവും അല്ലേ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ? ഇവിടെ RMO എക്സാമിനേഷൻ അഥവാ മാത്സ് ഒളിമ്പിയാഡ് എക്സാമിനേഷനൊക്കെ ക്വാളിഫൈ ചെയ്തു എന്ന് അറിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, അത് ബ്രില്യൻ്റിലെ കോച്ചിങ് എത്രമാത്രം അതിനെ ഹെൽപ്പ് ചെയ്തു? നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. എൻ്റെ മാത്തമാറ്റിക്കൽ തിങ്കിങ് നല്ല രീതിയിൽ തന്നെ എലവേറ്റ് ചെയ്തിരുന്നു ബ്രില്യൻ്റ്. അവിടെ ഞാൻ പോയപ്പോഴും എല്ലാവർക്കും ഒരു സെൻറ്ററിലാണ് എക്സാം. അവിടെയുള്ള ഓൾമോസ്റ്റ് ലൈക്ക് 90% കുട്ടികൾ ബ്രില്യൻ്റിലുള്ള. അപ്പോൾ മാത്സ് ഒളിമ്പിയാഡ് ഈ മെയിൻ എക്സാമിനേഷൻ മാത്രമല്ല, ഇതുപോലുള്ള പല എക്സാമിനേഷൻസിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയെന്നാണ് മാഹിർ നമ്മളോട് പറഞ്ഞത്. ഇനി അഡ്വാൻസ് എക്സാമിനേഷന് പോകുമ്പോൾ എന്താണ് മാഹിറിൻ്റെ സ്ട്രാറ്റജി? ഞാൻ ഇപ്പോൾ ബ്രില്യൻ്റ് തന്ന റിവിഷൻ മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കെമിസ്ട്രിയിലുള്ള അഡീഷണൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് കണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ കുറേ മോഡൽ എക്സാംസ് പുതിയത് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം എല്ലാം കൂടി പാരലൽ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? ബോർഡ് എക്സാമും ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞോ? ഞാൻ മോഡൽ എക്സാംസിന് വേണ്ടി പഠിച്ചിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കുഴപ്പമില്ല. ബാക്കി ലാംഗ്വേജ്, ബയോളജി ഒക്കെ. അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാൻ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ്, ഇത്രയും കാലം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കാറുണ്ട്. അതിനുവേണ്ടി ബ്രില്യൻ്റ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഓൾമോസ്റ്റ് നമ്മൾ മെറ്റീരിയലിലുള്ള സിമിലർ ടൈപ്പ് ഒക്കെ തന്നെ വരാറ് കൂടുതലും. പിന്നെ ചിലത് ഇത്തിരി പുതിയ ക്വസ്റ്റ്യൻസ്, പുതിയ ഐഡിയാസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എന്നാലും ഒരുവിധമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് എന്താണ് ഇനി പുതിയതായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്? എങ്ങനെയായിരിക്കും അവർ മെയിനിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? മെയിനിന് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ബ്രില്യൻ്റിലെ കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ മോഡൽ എക്സാംസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. മാക്സിമം അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസും നോക്കാം. തെറ്റ് എവിടെയാണ് പറ്റിയതെന്ന് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എക്സാംസ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, എവിടെയാണ് മാർക്ക് പോയത്, അത് അടുത്ത എക്സാമിൽ അത് മാക്സിമം തിരുത്താൻ ശ്രദ്ധിക്കും. നമ്മളോട് ഇത്രയും നേരം വളരെ വിശദമായിട്ട് മെയിൻസ് എക്സാമിനേഷനെയും അഡ്വാൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ രീതിയും ഒക്കെ പറഞ്ഞ മാഹിറിന് എല്ലാവിധ വിജയാശംസകളും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സർ. അതോടൊപ്പം നമുക്ക് ഇനിയുള്ള കുട്ടികളോട് മെയിൻസ് ഇനി അടുത്ത സെഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു വലിയ വിജയാശംസ മാഹിറിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇനി മെയിൻ സെഷൻ 2 ഏപ്രിൽ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.